എത്ര ഹീനമായ രീതിയിലാണ് എൻ്റെ ഔദ്യോഗിക വസതിക്ക് നേരെ, ഞാൻ താമസിക്കുന്ന വീടിന് നേരെ കൊണ്ടുവന്ന് റീത്ത് വെക്കുക. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ അവിടെ കെട്ടിടമിടിഞ്ഞ് വീണപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടേക്ക് ശവപ്പെട്ടിയുമായിട്ട് യൂത്ത് കോൺഗ്രസ് വന്നു. അന്ന് വാസ്തവത്തിൽ വളരെ സാധുവായിട്ടുള്ള ഒരു വീട്ടമ്മ മരണപ്പെട്ട, എനിക്ക് വളരെ വേദന ഉണ്ടാക്കിയ ഒരു സംഭവത്തിൽ ഞാൻ അന്നൊന്നും വേണ്ടിയില്ല. ഈ ആ കെട്ടിടം 2012 ശിവകുമാറിന്റെ കാലത്ത് നിർമ്മിച്ച കെട്ടിടമാണ് ഇടിഞ്ഞു വീണത്. ആ ശിവകുമാറിന്റെ എതിരെയുള്ള പ്രതിഷേധം ഇവർ നടത്തിയോ? അന്ന് എന്റെ വീടിന് നേരെയും എനിക്ക് നേരെയും ആക്രമണവും അതിക്രമവും നടത്താൻ ഇവർ ശ്രമിച്ചില്ലേ? അപ്പോ അവരുടെ ആരോഗ്യമന്ത്രി അന്നത്തെ ആരോഗ്യമന്ത്രിക്കെതിരെ ഇവർ ആക്രമണം നടത്തിയോ? അല്ലെങ്കിൽ ഇവര് റീത്ത് വെച്ചോ? ഇവർ ശവപ്പെട്ടിയുമായിട്ട് പോയോ? ആ കെട്ടിടം 2012 പണിതതാണെന്ന് കോട്ടയം ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടുണ്ട്. പക്ഷെ ആ ഘട്ടത്തിലൊന്നും ഞാനൊരു അക്ഷരം മിണ്ടിയില്ല. കാരണം ഒരു പാവപ്പെട്ട വീട്ടമ്മ മരണപ്പെട്ട ഒരു സംഭവമാണ്. ഞാൻ ഒരു അക്ഷരം ആ ഘട്ടത്തിൽ മിണ്ടിയില്ല. പക്ഷേ ഈ ശവപ്പെട്ടിയുമായിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് തൊട്ടടുത്ത് ക്യാൻസർ ബാധിച്ച ഒരു സാധുവായിട്ടുള്ള ഒരു വീട്ടമ്മ മരണപ്പെട്ടിരുന്നു എൻ്റെ വീടിന്റെ തൊട്ടപ്പുറത്ത്. അവിടെ അവർ വാസ്തവത്തിൽ ആശങ്കപ്പെട്ടു. കാരണം അവിടെ ഒരു മരണ വീടാണ്. എന്നിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് ശവപ്പെട്ടി ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. എത്ര ഹീനമായിട്ടുള്ള രീതിയിലാണ്. അതിലെന്താണ് ഞാൻ ചെയ്തിട്ടുള്ള തെറ്റ്? അതിലെന്താണ്? വിനാശകാല വിപരീത ബുദ്ധി എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും കേരളത്തിലെ ജനങ്ങൾ റീത്തുവെക്കും. 10 വർഷത്തിന് മുൻപുള്ള കേരളത്തിന്റെ ആരോഗ്യസ്ഥിതിയും ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയും ഒന്ന് പരിശോധിച്ചു നോക്കാം. 10 വർഷം മുൻപ് ഇവരുടെ കാലത്ത് സാധാരണ ലാബ് ആരോഗ്യ കേന്ദ്രങ്ങളിൽ സ്ഥാപിക്കാൻ ഇവർക്ക് സാധിച്ചോ? 250 ലാബ് സ്ഥാപിക്കും എന്ന് പറഞ്ഞവർ കൊട്ടിഘോഷിച്ചു. രക്തം പരിശോധിക്കുന്ന സാധാരണ ലാബുകൾ ഒരെണ്ണം പോലും സ്ഥാപിച്ചില്ല. ഹൃദ്രോഗ ചികിത്സ ഒറ്റ ജില്ലാ ജനറൽ ആശുപത്രിയിൽ ഉണ്ടായിരുന്നോ? ഇന്ന് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്ന രീതിയിലേക്ക് ജില്ലാ ജനറൽ ആശുപത്രികൾ മാറി. ഈ ഒരു ദിവസം ഇവരുടെ കാലത്ത് എത്ര ഡയാലിസിസ് യൂണിറ്റുകളാണ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്? സർക്കാർ ആശുപത്രിയിൽ 12. ഇന്ന് 125. നമ്മൾ സംസാരിക്കുമ്പോൾ 3000 രോഗികൾ കേരളത്തിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ഡയാലിസിസ് ചെയ്യുകയാണ്. വിവിധ സ്കീമുകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സൗജന്യമായി. APL വിഭാഗത്തിലാണെങ്കിൽ അവർക്ക് ഏറ്റവും മിനിമം ആയിട്ടുള്ള നിലയിൽ ചെയ്യുന്നു. 3000 പേർ സൗജന്യമായി ചെയ്യുന്നു. എന്താണ് അതിന്റെ സാമ്പത്തിക വശം? 3000 പേർക്ക്, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഒരു ഡയാലിസിസിന് മിനിമം സ്വകാര്യ മേഖലയിൽ 1500 രൂപ. 3000 ഗുണം 1500 ഒരു ദിവസം നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ചെലവാകുന്ന തുക. അത് കൊടുക്കാതെ സർക്കാർ സംവിധാനത്തിൽ ചെയ്യാൻ കഴിയുന്നു. ആൻജിയോപ്ലാസ്റ്റി 5-6 ലക്ഷം രൂപ സർക്കാർ സംവിധാനത്തിൽ കാസ്പ് കാർഡ് ഉണ്ടെങ്കിൽ സൗജന്യമായി ചെയ്യുന്നു. അല്ലെങ്കിൽ APL വിഭാഗമാണെങ്കിൽ സ്റ്റെന്റിന്റെ മാത്രം 6 ലക്ഷം രൂപയുടെ സ്ഥാനത്ത് 60,000 രൂപ സ്റ്റെന്റിന്റെ വില മാത്രം ഇടുന്നു. ഇനി എത്ര കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇന്നിവിടെ നടക്കുന്ന ആലോചനാ യോഗത്തിൽ? ഞാൻ നിങ്ങൾ മാധ്യമപ്രവർത്തകർ പറയുന്നത് കേട്ടു, ഇവിടേക്ക് പ്രതിഷേധവുമായി വരുന്നു. എന്തിനാണ് ഇന്നിവിടെ ആലോചനാ യോഗം ചേരുന്നത്? ജില്ലാ സ്റ്റേഡിയത്തിന്റെ ആദ്യ ഫേസിന്റെ ഉദ്ഘാടനം തീരുമാനിക്കാൻ. ഇവിടെ ആശുപത്രിയുടെ 52 കോടി രൂപ 11 ലക്ഷം 52 കോടി 11 ലക്ഷം രൂപയുടെ പൂർത്തീകരിച്ച കെട്ടിടങ്ങളുടെ ഉദ്ഘാടനത്തിന്റെ ആലോചനാ യോഗമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇവിടെ മറ്റ് സംവിധാനങ്ങൾ വരുന്നു. നമ്മുടെ 150 കോടി രൂപയുടെ റോഡ്, ഒരു ആയുർവേദ ആശുപത്രി, 50 ബെഡുള്ള ആയുർവേദ ആശുപത്രി, കോഴഞ്ചേരി പാലം, കോഴഞ്ചേരി ആശുപത്രി, ഇതിന്റെയൊക്കെ കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ചവയുടെ ആലോചനയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ഇവരുടെ കാലത്ത് പത്തനംതിട്ടയിൽ ഒരു സ്റ്റേഡിയം 3 തവണ കല്ലിട്ടിട്ടുണ്ട്. ഗവർണർമാർ വന്ന് കല്ലിട്ടതാണ്. കേരളത്തിലെ ബഹുമാന്യരായിട്ടുള്ള ഗവർണർമാരെ കൊണ്ടുവന്ന് ഓരോ ലോക്സഭാ ഇലക്ഷൻ അടുക്കും തോറും ഇവിടെ വന്ന് കല്ലിടും. എന്നിട്ട് പറയും ഇൻഡോർ സ്റ്റേഡിയം വരാൻ പോകുന്നു. ആ കല്ലിന് മുകളിൽ രണ്ടാമതൊരു കല്ല് വെക്കാൻ സാധിച്ചിട്ടില്ല. അവിടെയാണ് കാട് വളർന്നു നിൽക്കുന്നത്. എവിടെ അവരുടെ ഇൻഡോർ സ്റ്റേഡിയം? ഒന്ന് കാണിച്ചു തരാമോ? ഈ പ്രതിഷേധവുമായിട്ട് വരുന്നവർ ഒന്ന് കാണിച്ചു തരാമോ? ഇവരുടെ കാലത്ത് അന്നത്തെ ആരോഗ്യമന്ത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി തുടയെല്ല് പോയിട്ട് സങ്കീർണമായിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഇവരുടെ കാലത്ത് കരൾ മാറ്റിവെക്ക ശസ്ത്രക്രിയ ശ്രമിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. ഒരു സൗകര്യവുമില്ലാതെ രോഗി നിർഭാഗ്യകരമായി മരണപ്പെടുന്നു പോയ സാഹചര്യമുണ്ടായി. ഇവരുടെ കാലത്ത് ആരോഗ്യ മേഖലയിൽ ഇത്ര വലിയ തകർച്ചയുണ്ടായി. ആ തകർച്ചയിൽ നിന്ന് ആരോഗ്യ മേഖലയെ കൈപിടിച്ചുയർത്തിയത് ഇടതുപക്ഷമാണ്. ഒരു സിസ്റ്റം ഉണ്ടാക്കിയത് ഇടതുപക്ഷമാണ്.